KPCC ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മുതിർന്ന പൗരന്മാർക്കൊപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള യാത്രയുടെ ഫ്ളാഗ് ഓഫ് നടത്തി. കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാറാണ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത്. KPCC ഗാന്ധി ദർശൻ സമിതി കായംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മുതിർന്ന പൗരന്മാരായ വയോധികർക്കൊപ്പം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് നടത്തുന്ന യാത്ര കായംകുളം കോൺഗ്രസ് ഓഫീസിൽ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. അതിന്റെ പങ്കാളികളാകുവാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അച്ഛനമ്മമാർ, വാസ്തവത്തിൽ ഞാനിവിടെ എത്തിയിരിക്കുന്നത് മനസ്സുകൊണ്ട് നിങ്ങളുടെ ഈ നന്മ യാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ്. ഞാനൊരു നാടിൻ്റെ നന്മയായി ഈ പ്രവർത്തനത്തെ നോക്കിക്കാണുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നന്മ പറ്റിപ്പോകുന്നു എന്ന വേദന അല്ലെങ്കിൽ അത്തരം വിലാപങ്ങൾ ഉയരുമ്പോഴും നാടിൻ്റെ നന്മ പറ്റുപോയിട്ടില്ല എന്നും നാടിൻ്റെ നന്മ ഇന്നും നന്നായി തന്നെ ശേഷിക്കുന്നതിൻ്റെ തെളിവായി തന്നെ തീർച്ചയായും കായംകുളത്തെ ഗാന്ധി ദർശൻ വേദിയുടെ പ്രവർത്തനം നമുക്ക് നോക്കിക്കാണാൻ കഴിയും. കാരണം വാർദ്ധക്യത്തെ ഇന്നൊരു ബാധ്യതയായി കാണുന്ന കാലമാണ്. സ്വന്തം മക്കൾ പോലും ഒരുപക്ഷെ മൃഗങ്ങൾ പ്രായമായാൽ, പശുവും ആടുമൊക്കെ പ്രായമായാൽ അതിന് ഇറച്ചി വിലക്കെങ്കിലും കൊടുക്കാൻ കഴിയും. മനുഷ്യൻ പ്രായമായാൽ എന്ത് പ്രയോജനമെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്തിലൂടെ നമ്മുടെ നാട് മുന്നോട്ട് പോകുമ്പോൾ അവിടെയാണ് മക്കൾക്ക് പോലും വാർദ്ധക്യമെന്ന് പറയുന്നൊരു ബാധ്യതയായി മാറുകയാണ്. ഇവിടെ സ്വന്തം അച്ഛനമ്മമാരല്ല, മറിച്ച് സ്വന്തം അച്ഛനമ്മമാരെ പോലെ സ്നേഹിക്കുന്ന സമൂഹത്തിലെ പ്രായമുള്ള ആളുകളെ അവരുടെ ജീവിതത്തിൻ്റെ ഒരു അവസാന കാലമെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഈ കാലത്ത് അവരെയൊക്കെ ഒന്ന് കൂടെ കൂട്ടാൻ, അവരുമായി യാത്ര ചെയ്യാൻ, അതിനേക്കാളൊക്കെ ഉപരിയായി ഒരുപക്ഷെ ചെറുപ്പക്കാർക്ക് പോലും എത്ര പേർക്കാണ് വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള അവസരം ലഭ്യമായിട്ടുള്ളത്. ഇവിടെ പ്രായമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ജീവിതത്തിലൊരു വലിയ ആഗ്രഹമായിരിക്കും വിമാനത്തിൽ യാത്ര. കാരണം വിമാനം ആകാശത്തൂടെ പോകുമ്പോൾ താഴെ നിന്ന് കൗതുകത്തോടെ കണ്ടവർ മാത്രമായിരിക്കും നിങ്ങളൊക്കെ. നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചാൽ ഒരുപക്ഷെ നമ്മുടെ മക്കൾക്ക് അതിന് കഴിയുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ അതിനുള്ള ശേഷി അവർക്കുണ്ടായില്ലായിരിക്കാം. പക്ഷേ സ്വന്തം മക്കളെ പോലെ തന്നെ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾക്കാണ് തീർച്ചയായും ഗാന്ധി ദർശൻ വേദി ഇവിടെ നേതൃത്വം കൊടുക്കുന്നത്. പ്രിയപ്പെട്ട പ്രശാന്ത് ദരിവി അടക്കമുള്ള ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, പ്രശാന്തിൻ്റെ വളരെ പിന്നിൽ മാറി നിൽക്കുകയാണ്. ഇതിൻ്റെ സംഘാടനത്തിനും എല്ലാ തരത്തിലും അതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളാണെങ്കിൽ പോലും ഈ പരിപാടിയിലും പിന്നിൽ തന്നെ മാറി നിന്നാണ് അദ്ദേഹം ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഗാന്ധി ദർശൻ്റെ വളരെ മിടുക്കരായ, വളരെ ആത്മാർത്ഥതയുള്ള ഒരു വലിയ കൂട്ടായ്മ ഈ പ്രദേശത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഈ പ്രദേശത്തിനേറെ പ്രതീക്ഷ നൽകുകയാണ്. MG മോഹൻകുമാർ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സൈൻലാബ്ദീൻ, അൻസാരി കോയിക്കലേത്ത്, അരുൺകുമാർ, രാജേഷ്, സിനിമോൾ യാക്കൂബ്, രാജേന്ദ്രക്കുറുപ്പ്, B ചന്ദ്രസേനൻ, പയസ് എരുവ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രശാന്ത് എരുവ, മോഹൻകുമാർ, അനിലാൽ, നിഹാസ്, അബ്ദുൽ അസീസ്, സീനത്ത്, ബാബുജി, ഷീജ റഷീദ്, ടെൻസി അജയൻ, അനിത തുടങ്ങിയവർ യാത്രയ്ക്ക് നേതൃത്വം നൽകി. CD നെറ്റ് ന്യൂസ്, കായംകുളം.